YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ കുറെ നല്ല മനുഷ്യരെയും കുറിച്ചിട്ടുള്ള വീഡിയോയാണ് ഈ എപ്പിസോഡിൽ. സാധാരണ എല്ലാവരും മാമലക്കണ്ടത്തേക്ക് പോകുന്നത് കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴ, പന്തപ്ര ആ ഭാഗം വഴി കയറി ആണ് മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെയാണ്. നേര്യമംഗലത്ത് നിന്ന് 6 മൈൽ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറി മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴി. മറ്റുള്ളവരിലേക്ക് ഞാൻ ഈ വഴി സജസ്റ്റ് ചെയ്യുന്നില്ല. മാമലക്കണ്ടത്തേക്ക് പോകാൻ ശരിക്കും എളുപ്പ വഴി ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണണമെന്നുള്ളത് കൊണ്ടും ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വഴി വന്നു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പോകുന്നത് നെല്ലിക്കുഴി ഭാഗത്തൂടെയാണ്. നെല്ലിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് വ്ളോഗുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സ്ഥലം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നെല്ലിക്കുഴി. ഈ റോഡിന്റെ ഇരുവശത്തും കാണുന്നത് എല്ലാം ഫർണിച്ചർ ഷോപ്പുകളാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു വിലക്കുറവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് നെല്ലിക്കുഴിയെ കുറിച്ചിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഹൈറേഞ്ച് എന്നറിയപ്പെടുന്ന നേര്യമംഗലം ബ്രിഡ്ജ്. ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പോകുന്ന ഈ ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് 1935-ലാണ്. ഇടുക്കിയെയും എറണാകുളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം 1935-ലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 1924-ലുണ്ടായ മഹാപ്രളയത്തെ തുടർന്ന് പൂയംകുട്ടി മാങ്കുളം റോഡ് നശിക്കുകയും അതേ തുടർന്ന് മഹാറാണി സേതുലക്ഷ്മിബായിയുടെ നിർദ്ദേശപ്രകാരം 1924 പണി ആരംഭിക്കുകയും 1935 പണി പൂർത്തിയാക്കി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്ത പാലമാണ് നേര്യമംഗലം ബ്രിഡ്ജ്. 214 മീറ്റർ നീളവും ഏകദേശം 5 മീറ്റർ വീതിയുമുള്ള നേര്യമംഗലം ബ്രിഡ്ജ് 1961-ലും 2018-ലും ഉണ്ടായ മഹാപ്രളയത്തെ പോലും അതിജീവിച്ച് ഇന്നും യാതൊരു കേടുപാടുകളും കൂടാതെ നിലനിൽക്കുന്നതിന്റെ കാരണവും അന്നത്തെ കൺസ്ട്രക്ഷനിലുണ്ടായ വൈദഗ്ധ്യം തന്നെയാണ്. നേര്യമംഗലം പാലം കയറി നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന ഒരു ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ-മൂന്നാർ ദേശീയപാതയിലൂടെയാണ്. ഈ റോഡിലൂടെ പോയിട്ട് വേണം നമുക്ക് 6 മൈലിൽ നിന്ന് തിരിഞ്ഞുള്ളിലേക്ക് പോകാൻ. നേര്യമംഗലം പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോഡിന് ഇരുവശത്തും കാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേര്യമംഗലം ബ്രിഡ്ജിനെ ഗേറ്റ് വേ ഓഫ് ഹൈറേഞ്ച് എന്ന് വിളിക്കുന്നത്. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് 6 മൈൽ ജംഗ്ഷൻ. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് മുന്നിലേക്ക് കോൺക്രീറ്റ് നിർമ്മിതിയിലുള്ള വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണുള്ളത്. ഒരു വാഹനം എതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടി വരും. റോഡിന് വീതി ഒരല്പം കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരുപാട് വീതിയുള്ള റോഡുകളെക്കാട്ടിലും വളരെയധികം വൃത്തിയിലാണ് ഈ നാട്ടിലുള്ളവർ ഈ റോഡും ഈ പരിസരവും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഈ റോഡിലേക്ക് കയറി യാത്ര തുടങ്ങിയിട്ട് നേരം കുറച്ചായെങ്കിലും വളരെ കുറച്ച് വീടുകളാണ് അങ്ങിങ്ങായിട്ട് കാണാൻ സാധിച്ചത്. 6 മൈലിൽ നിന്നും മാമലക്കണ്ടത്തേക്കുള്ള 10 കിലോമീറ്റർ ദൂരം ഭൂരിഭാഗവും നമ്മൾ യാത്ര ചെയ്യുന്നത് കാട്ടിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ്. കാടെന്ന് പറഞ്ഞാൽ ശരിക്കും ആനയും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു കാട് തന്നെ. കുറേ ദൂരം കാട്ടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മൾ 1-2 വീടുകളൊക്കെ കണ്ടു തുടങ്ങിയത്. നമ്മൾ ആ റോഡിലൂടെ മുന്നോട്ട് വന്ന് നമ്മളൊരു 3 കൂടിയ ജംഗ്ഷനിലെത്തി. ഈ കാണുന്ന സ്ഥലമാണ് പഴമ്പിള്ളിച്ചാൽ. ഈ കാണുന്നത് പഴമ്പിള്ളിച്ചാൽ മാർ ബസേലിയോസ് ചർച്ചാണ്. ഒരു ചർച്ച് ഇവിടെ കാണുന്നുണ്ടെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണിത്. ഈ റോഡിലൂടെ നമ്മൾ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം വലിയ തിരക്കുമില്ല. അങ്ങിങ്ങായിട്ട് 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 കൂടി ജംഗ്ഷനിലാണെങ്കിൽ പോലും
ഒരു 1-2 കടകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് മുന്നിലേക്ക് എടുത്തപ്പോൾ തന്നെ ഒരു താഴെ നിന്നൊരു ബസ്സിൻ്റെ ഹോണടി കേട്ട് എന്തായാലും നമ്മളൊന്ന് ഒതുക്കി നിർത്തിയതാണ്. കാര്യം എന്തായാലും ആ ബസ് വന്നാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, ബസ്സിനും പോകാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളിവിടെ തന്നെ ഒന്ന് ഒതുക്കി. നേരെ കോതമംഗലത്തേക്ക് പോകുന്ന ബസ്സാണ്. മാമലക്കണ്ടത്തു നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ശരിക്കും വളരെ കാമായിട്ടുള്ളൊരു ആംബിയൻസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇതിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും വണ്ടി ഓടിച്ചു നോക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് മൊത്തത്തിലൊരു നനഞ്ഞ പ്രകൃതിയും ഒക്കെ കൂടെ ആയിട്ട് വല്ലാത്തൊരു ആംബിയൻസാണ് ഇവിടെ കാണാനായിട്ട്. അതിനിടയിൽ കൂടെ തന്നെ ദാ കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാം കോടമഞ്ഞ് ഇറങ്ങി വരുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ അരുവി ഈ റോഡിനെ ക്രോസ് ചെയ്ത് ഒഴുകി പോകുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചാപ്പലും 1-2 വീടുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മളിവിടെ ഒരു മല, ഒരു ചെറിയൊരു കുന്നുപോലൊരു പ്രദേശം കണ്ട്. പക്ഷെ അവിടെ നല്ലൊരു സീനറിയായിരുന്നു നമുക്കവിടെ കാണാനായിട്ട്. കോടമഞ്ഞൊക്കെ ഇറങ്ങി വന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. എന്തായാലും നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോയത്. ഈ പ്രദേശം കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതാണെങ്കിലും അത്യാവശ്യം പേടി തോന്നിപ്പിക്കുന്ന ഒരു വന്യത ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം അരമണിക്കൂറിന് മുകളിലായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ ഒരു വണ്ടി പോലും ഇതുവഴി വരുവോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു അത്യാവശ്യം നല്ലൊരു അരുവി, ഒരു ഒഴുക്ക് കണ്ടിട്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തിയതാണ്. പക്ഷേ നമ്മളിവിടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇവിടെ അധികം നേരം വണ്ടി നിർത്തണ്ട, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്, ഒരുപാട് നേരം ഇവിടെ തനിയെ നിൽക്കേണ്ട എന്നുള്ളൊരു വാണിംഗ് തന്നിട്ട് പോയി. എന്തൊക്കെ പറഞ്ഞാലും ആ വെള്ളത്തിൻ്റെ ഒഴുക്കും അതിൻ്റെ ആ ഒരു തെളിമയും കണ്ടിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങാതിരിക്കാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല. എന്തായാലും അവിടെ ഇറങ്ങി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് തൊട്ട് മുന്നിൽ തന്നെ ആദ്യം കാണുന്നത്, ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഒന്നുകിൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉള്ളതാണ്, ഒരു ആനപ്പിണ്ടം അവിടെ കിടക്കുന്നത് കണ്ടത്. എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ ശരിക്കും ആനയുള്ള സ്ഥലമാണ്. നമ്മളിങ്ങോട്ട് വണ്ടി നിർത്തി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടത്. ഈ സ്ഥലം കണ്ടതുകൊണ്ട്, ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ. എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നിങ്ങളെല്ലാവരും ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു അരുവിയും ഈ ഒരു വെള്ളമൊഴുക്കും. ഇതെല്ലാം നിങ്ങൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ എന്തായാലും മഴ കുറവായതുകൊണ്ടാകണം, വെള്ളം കുറവാണ്. നമ്മൾ അവിടെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ആരാണെങ്കിലും
ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ എവിടെ പോയാലും, പ്രത്യേകിച്ച് ഇതുപോലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക. ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ വൃത്തികേട് കാണിച്ചിട്ട് പോകുന്നത് ആരായാലും അതിനെ നമുക്കൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ ആരും എവിടെയും നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിക്കാം, ആ സ്ഥലത്ത് പോയി വിശ്രമിക്കാം, നിങ്ങൾക്കത് കാണാം, എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്ന വേസ്റ്റ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കളഞ്ഞിട്ട് പോകരുത്. അത് നിങ്ങൾ തിരിച്ച് തന്നെ എടുത്തുകൊണ്ട് പോരുക. മഴ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വെള്ളത്തിന് ഒഴുക്ക് കുറവാണ്, വെള്ളവും കുറവാണ് ഇവിടെ. പക്ഷെ നല്ല വഴുക്കലുണ്ട്, പാറയുടെ പുറത്തെല്ലാം നല്ല വഴുക്കലുണ്ട്. കഴിയുന്നതും ഇവിടെ വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ പാറപ്പുറത്തോടെ നടക്കുമ്പോഴത്തേക്കെല്ലാം നല്ല വഴുക്കലുണ്ട് ഇവിടെ, അത് ശ്രദ്ധിക്കുക. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഏകദേശം നമ്മൾ മാമലക്കണ്ടം ഹൈസ്കൂളിനോട് അടുത്തെത്താറായി. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നമ്മൾ വീണ്ടും അടുത്തൊരു ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷൻ്റെ പേരാണ് GHS ജംഗ്ഷൻ. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ആണ് നമ്മൾ മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകുന്നത്. ഈ റോഡെന്ന് പറയുന്നത് എലമ്പലാശ്ശേരി മാങ്കുളം റോഡാണിത്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എലമ്പലാശ്ശേരി മാങ്കുളം റോഡിൽ ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് മാമലക്കണ്ടം സ്കൂളുള്ളത്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെയും റോഡിൻ്റെ അവസ്ഥ സെയിമാണ്. ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി മാറ്റി ഒതുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് നടക്കുകയുള്ളൂ. അങ്ങനെ ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടി നമ്മൾ ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച മാമലക്കണ്ടം സ്കൂളിൻ്റെ മുന്നിലെത്തി. ഈ കാണുന്നതാണ് മാമലക്കണ്ടം ഹൈസ്കൂൾ. ഒരുപാട് വീഡിയോകളിലും ഒരുപാട് റീൽസിലും ഒക്കെ നമ്മൾ കണ്ട സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള ആ സ്കൂള്. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ആ വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് ഒരു തടയണ കെട്ടി, തടയണയിൽ നിന്നാണ് താഴേക്ക് വെള്ളം ഒഴുകുന്നത്. അങ്ങനെ ഒരു തടയണ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അവിടെ താഴെയുള്ള 1-2 വീടുകളിലേക്ക് വെള്ളം പൈപ്പിട്ട് മുകളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അബി, കണ്ണൻ, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെ. അവരാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഓഫ് റോഡ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും സമയക്കുറവായതുകൊണ്ട് മുനിപ്പാറയ്ക്ക് ഓഫ് റോഡ് പോകാമെന്ന് പറഞ്ഞു. ഓഫ് റോഡ് പോകാനായിട്ട് ക്യാമറ എടുക്കാനും വണ്ടി തുറന്നതാണ്. ചാവി അകത്ത് വെച്ച് ലോക്കായി പോയി വണ്ടി. നീ മറ്റേ സൂപ്പർവൈസറല്ലേ? നീ ആയതിന്റെ എല്ലാത്തിന്റെ ആള്. ഞാൻ വെറുതെ അതുവഴി അങ്ങ് പോയത്. 2 വീഡിയോ എടുത്തിട്ട് ഞാൻ മര്യാദയ്ക്ക്. പക്ഷെ നമ്മൾ അവിടെ ചെന്നായിരുന്നെങ്കിലുണ്ടല്ലോ സൂപ്പറായിരുന്നു. ഇപ്പൊ പോവാം, നമുക്ക് ഒരു 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ. ശരിയാക്കി തരാം. എന്തായാലും സെബാന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ഉദിക്കുന്നുണ്ടോ? ഒന്ന് പോയിട്ട് വന്നു. രണ്ടാമത്തെ വാല് ഈ ഡോറിന് ഇടയ്ക്ക് ആയിപ്പോയി. വാല് വരാതെ പോകാൻ പറ്റും. ഒന്നും പറ്റില്ല.
ഒന്ന് ഇവിടെ വെറുതെ ഒന്ന് വന്നതാ. എന്റെ ഏരിയയിലാ നോക്കണ്ട. റബ്ബറെ മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല ഇപ്പുറത്തെ ബട്ടൺ അമർത്തിയാൽ ഈ സാധനം താവൂല അല്ലേ, ഓഫ് ആയതുകൊണ്ട്. ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്താലേ ഇനി അത് ശരിയാവുള്ളൂ. ഇനിയിപ്പോ താക്കോല് കിട്ടിയാലേ ഇത് ഇങ്ങനെ എടുക്കണം. ഈ നാളെ ഈ സാധനം യൂട്യൂബിൽ വരും. ഈ പുതിയ ട്രിക്ക് ഇറക്കി. ജസ്റ്റ് വിളിച്ചാണ് ഒറ്റ ഏരിയയിൽ മതി എന്ന് പറഞ്ഞാൽ മതി. പോട്ടെ പോട്ടെ പോട്ടെ, അത് കറക്റ്റാ. സൂക്ഷം പിടി. പിന്നെ മിഷൻ കംപ്ലീറ്റ് ആണ്. അപ്പൊ പുതിയ ആയുധം നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും അവരുടെ എല്ലാവരുടെയും വളരെ നല്ലൊരു സഹകരണവും സഹായം കൊണ്ട് നമ്മുടെ വണ്ടി തുറന്ന് നമ്മൾ അതിൽ നിന്ന് ചാവിയെടുത്ത് അതിന് ശേഷമാണ് നമ്മൾ മുനിപ്പാറയ്ക്ക് ഓഫ് റോഡ് ഡ്രൈവ് പോയത്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് മാമലക്കണ്ടത്ത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ട് നിങ്ങളും ആ ഓഫ് റോഡ് സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ശരിക്കും നല്ലൊരു ഓഫ് റോഡ് സഫാരിയാണത്. അതുമൂലം അവർക്കും അതൊരു വലിയൊരു സഹായമാണ്. നമ്മളിപ്പോൾ ഈ പോകുന്നത് മുനിപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ട്രിപ്പാണ്. ശരിക്കും ഞാൻ മാമലക്കണ്ടത്തേക്ക് വരുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അതല്ല ശരിക്കും ഞാനിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. ഇവിടെയുള്ള ആൾക്കാരാകട്ടെ ഈ ഒരു പ്രകൃതിയും കാര്യങ്ങളും എല്ലാം വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതിയും വളരെ ശാന്തരായ കുറച്ച് ആൾക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത്. മാമലക്കണ്ടത്തേക്ക് വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ വന്ന് സ്കൂളിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെടുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ച്. ശരിക്കും ഒരു ജീപ്പ് അല്ലാതെ കണ്ട് മറ്റൊരു വണ്ടിയും ഇതുവഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല. റോഡെന്ന് പറയാനായിട്ടൊന്നുമില്ല, പാറപ്പുറത്തൂടെ തന്നെയാണ് പോകുന്നത്. ഈ പാറയുടെ മുകളിലേക്ക് കയറിയിട്ടാണ് മുനിപ്പാറയുള്ളത്. മുനിപ്പാറയിലേക്ക് ഓഫ് റോഡ് ഡ്രൈവ് വരുന്നതിന് ജീപ്പിന് ഇവിടെ ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 500 രൂപയാണ്. നിങ്ങൾക്ക് 2 പേരോ 4 പേരോ എത്ര പേർ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജീപ്പിൽ പോകാവുന്നതാണ്. മുനിപ്പാറയിലേക്കുള്ള വരവ് ഓഫ് റോഡ് ആണെങ്കിലും ഇതിൻ്റെ മുകളിൽ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചയും അതിൻ്റെ ഒരു ഭംഗിയും അതൊന്നും പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതിയാണ്. നിങ്ങൾ മാമലക്കണ്ടത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ശരിക്കും ഇതിലും മനോഹരമാണ് കൊയിനിപ്പാറയിൽ നിന്നുള്ള കാഴ്ചകൾ. പക്ഷെ നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള സമയമില്ല. നാളെ നമ്മൾക്ക് വേറെയും കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കെന്തായാലും നാളെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മുനിപ്പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഉരുളിക്കുഴി വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ഞാൻ മാമലക്കണ്ടത്ത് വന്നത് ഒറ്റയ്ക്കാണെങ്കിലും മുനിപ്പാറയിലേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം നമ്മൾ ആ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് പരിചയപ്പെട്ടതാണ്.
മുനിപ്പാറ ഒരുപാട് ഹൈറ്റുള്ള സ്ഥലമല്ല, പക്ഷെ എന്നിരുന്നാലും വളരെ നല്ലൊരു പ്രദേശമാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും പാറപ്പുറത്തൂടെ തന്നെയാണ് ആ ജീപ്പ് ഓടിച്ചു വരുന്നത്. അത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ല. പക്ഷേ നമ്മുടെ വണ്ടി ലോക്കായി പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം, ഏകദേശം അരമണിക്കൂറിന് മുകളിൽ നമ്മുടെ വണ്ടി ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കവിടെ പോയി. അതിനൊക്കെ ശേഷം നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സമയം ഇരുട്ടി. നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കുന്നില്ല, നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ്, ഇരുട്ട് വീണ്. അഭിയും കണ്ണനും കൂടെ എന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടൊരു കടയിൽ കൊണ്ടുപോയി. ഇവിടെ മാമലക്കാരൻ എന്ന് പറയുന്ന ഒരു കടയുണ്ട്, അവിടെയാണ് എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോയത്. ആ കടയിലെ ചേച്ചി നമുക്ക് നല്ല ഒന്നാന്തരം കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നു. അത് കഴിച്ചതിന് ശേഷം കണ്ണൻ നമ്മളെയും കൂട്ടി ഒരു നൈറ്റ് സഫാരിക്ക് ഇറങ്ങിയതാണ്. ഏതെങ്കിലും ആനിമൽസിനെ കാണാൻ പറ്റുമോ എന്നുള്ള രീതിക്ക്. കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, വളരെ ലക്കുള്ളവർക്ക് മാത്രം വളരെ ലക്കായിട്ട് കിട്ടുന്ന ഒരിതാണ്. എൻ്റെ കാര്യത്തിലും അത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് തീരെ ലക്ക് ഇല്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആകണം കണ്ണൻ എന്നെയും കൊണ്ട് ഏകദേശം 2.5 മണിക്കൂറോളം ഈ കാട്ടിലൂടെ വണ്ടി ഓടിച്ചിട്ടും നമുക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ആ ഒരു ഹോം സ്റ്റേയിലേക്ക് തന്നെ പോന്നു. മാമലക്കണ്ടത്തെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.